കോഴിക്കോട് മെഡിക്കൽ കോളേജിൻ്റെ തൊട്ടടുത്തായിട്ട് ഈ ഒരു 5 സ്റ്റാർ ഫെസിലിറ്റിയിലുള്ള ഈ ബിൽഡിങ്ങിൽ താമസം ഭക്ഷണം തികച്ചും സൗജന്യമാണ്. വിശ്വസിച്ചാൽ മതിയാവും. ആ രീതിയിലുള്ള വളരെ വലിയ സേവനം ചെയ്യുന്ന ഒരു ബിൽഡിങ്ങിൻ്റെ മുന്നിൽ, അതായത് കെയർ ഹോമിൻ്റെ മുന്നിലാണ് ഇതുള്ളത്. ഒരുപാട് പേർക്ക്, സാധാരണക്കാർക്ക് എന്തായാലും ഉപകരിക്കുന്ന ഒരു സംഭവമാണ് ഈ വീഡിയോ. അതുകൊണ്ട് നിങ്ങൾ ആദ്യം തന്നെ നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യുന്നത് ഈ വീഡിയോ പറ്റുന്ന രീതിയിലൊക്കെ ഷെയർ ചെയ്യാം. 7 നിലകളിലായിട്ടുള്ള ഒരു വലിയ കെട്ടിടമാണിത്. ശരിക്കും ഒരു വലിയൊരു ഫ്ലാറ്റ് ഉണ്ടല്ലോ, ലക്ഷൂറിയസ് ഫ്ലാറ്റ് പോലെ തന്നെയാണ്. ഇതിനകത്ത് ചെല്ലുമ്പോഴാണ് ഇതിൻ്റെ വൃത്തിക്കാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. പ്രത്യേകിച്ച് രോഗികൾക്ക് ഒരു പ്രയാസമില്ലാത്ത രീതിയിലുള്ള ഹൈജനിക്കായിട്ട്, അതും ഒരു വലിയ മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രിയിലൊക്കെ ക്ലീനിങ് ജോബ് ചെയ്യുന്ന ഒരു ടീമാണ് ഇവിടെ വൃത്തി മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അപ്പോൾ ഇവർ നൽകുന്ന ഫുഡ്, സൗജന്യ സേവനങ്ങൾ, അത്ഭുതപ്പെടുത്തുന്ന സേവനങ്ങളാണ് കെയർ ഹോം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു പക്ഷേ വളരെ പാവപ്പെട്ടവർക്ക് ഏറ്റവും അധികം ഉപകാരപ്രദമാവുന്ന ഒരു വലിയ വീഡിയോ. നമുക്കറിയാലോ, ഒരു രോഗം വന്നു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ട്രീറ്റ്മെൻറ്റും അതിന് ശേഷമുള്ള ആഫ്റ്റർ ട്രീറ്റ്മെൻറ്റിൻ്റെയും എക്സ്പെൻസ് വളരെ കൂടുതലാണ്. അപ്പോഴാണ് ഇത് ഒരു രോഗികൾക്ക് ആശ്വാസകരമായിട്ടുള്ള ഒരു വലിയ സേവനം ചെയ്തുകൊണ്ടിരിക്കുന്ന കെയർ ഹോമിനെ പറ്റി മനസ്സിലാക്കാൻ സാധിച്ചത്. ഇവിടെ സന്ദർശിച്ചപ്പോൾ ഓരോ റൂമുകളുണ്ട്, അതിലെ ഫെസിലിറ്റി കണ്ടപ്പോൾ നമുക്കൊക്കെ വളരെ വലിയ സന്തോഷമായി. അപ്പോൾ നിങ്ങൾ നിർബന്ധമായിട്ട് ഈ വീഡിയോ കാണുക, മറ്റുള്ള ഗ്രൂപ്പുകളിലേക്ക് എത്തിച്ചു കൊടുക്കുക. പറ്റുമെങ്കിൽ ഈ ഗ്രൂപ്പിനെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. അത് വലിയൊരു പുണ്യപ്രവർത്തനമായിരിക്കും. അപ്പോൾ ഇദ്ദേഹമാണ് പിന്നെ ഇതിൻ്റെ കെയർ ഹോമിൻ്റെ സെക്രട്ടറി നൗഫൽക്കാണ്. ഒന്ന് പറയാം. ഇത് കോഴിക്കോട് കേന്ദ്രമായിട്ട് ഹെൽപ്പിംഗ് ആൻഡ് ചാരിറ്റബിൾ ട്രസ്റ്റ് എന്നൊരു സംഘടനയുണ്ട്. അവരാണ് ഇത് നടത്തുന്നത്. ഒരു 10-13ഓളം പ്രൊജക്റ്റുകൾ നടത്തുന്നതിൽ ഒരു പ്രൊജക്റ്റാണ് കെയർ ഹോം എന്നുള്ളത്. ഇവിടെ ക്യാൻസർ പേഷ്യൻസ്, ലുക്കീമിയ ബാധിച്ച ചെറിയ കുട്ടികൾ, പിന്നെ കിഡ്നി മാറ്റിവെച്ച ആളുകൾ, പിന്നെ നട്ടലിന് ക്ഷതം സംഭവിച്ച ആളുകൾ, ഈ 4 ടൈപ്പ് ആളുകൾക്കുള്ള പിന്നെ ചികിത്സാ കാലയളവിലുള്ള സൗജന്യമായിട്ടുള്ള താമസവും ഭക്ഷണവും ട്രാൻസ്പോർട്ടാണ് നമ്മളിവിടെ കൊടുക്കുന്നത്. ഇതിൻ്റെ ഏറ്റവും പ്രത്യേകത വളരെ ഹൈജീനിറ്റി ആയിട്ട് ഇൻഫെക്ഷൻ വരാത്ത രീതിയിൽ നമ്മൾ കീപ്പ് ചെയ്യുന്നു എന്നുള്ളതുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ വരുന്ന രോഗികളിൽ 85% ആളുകളും ബാക്ക് ടു ലൈഫ് ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഓക്കെ, നമുക്ക് ഇനിയിപ്പം പ്രധാനമായിട്ടൊരു ആവശ്യം ഹെൽപ്പിംഗ് ഹാൻഡ്സിൻ്റെ ഒരു സ്വപ്ന പദ്ധതിയാണ് റീഹാബിറ്റ് എന്ന് പറഞ്ഞത്. നട്ടലിന് ക്ഷതം സംഭവിച്ച അനേകം ആളുകൾ എല്ലാ വർഷവും കൂടി വരികയാണ്. വാഹനാപകടത്തിലും കെട്ടിടത്തിൻ്റെ മുകളിൽ നിന്ന് വീണിട്ടും സ്ലിപ്പ് ചെയ്ത് വീണിട്ടൊക്കെ ആളുകൾ മതിയായ ചികിത്സ കിട്ടാതെ അവർ വീടുകളിൽ കഴിഞ്ഞുകൂടുന്ന അവസ്ഥയാണ്. അപ്പോൾ അതിനൊരു പരിഹാരം എന്നുള്ളക്ക് ഹെൽപ്പിംഗ് ആൻഡ് ചാരിറ്റബിൾ ട്രസ്റ്റ് കോഴിക്കോട് മുക്കത്തിൻ്റെ അടുത്ത് തിരുവമ്പാടി പ്രദേശത്ത് 8 ഏക്കർ സ്ഥലം നമ്മൾ വാങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു അന്താരാഷ്ട്ര നിലവാരത്തിൽ 100 രോഗികൾക്ക് നിൽക്കാനും അവർക്കുള്ള ചികിത്സ നടത്താനും അവർക്കുള്ള ട്രെയിനിങ്ങും അവരുടെ ജോലിയും അങ്ങനെ എല്ലാ സ്കിൽ ഡെവലപ്മെൻറ്റും ഒക്കെ കൂടിയുള്ള ഒരു വലിയൊരു സെൻറ്റർ ആണ് നമ്മൾ